ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അടുത്ത IPL തങ്ങളുടെ ഫേവറേറ്റ് ടീമുകളുടെ സ്ക്വാഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായി എല്ലാ ടീമുകളുടെയും ആരാധകർക്ക് ലഭിച്ചു കാണുമല്ലോ. ഏതായാലും RCBയുടെ സ്ക്വാഡ് എങ്ങനെയുണ്ട്? ഗംഭീരം, വേറെ ലെവൽ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ക്വാഡ് തന്നെയാണ് RCB ഇത്തവണയും ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതെ, 17 താരങ്ങളെ ഓൾറെഡി അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനി ഓപ്ഷനിലൂടെ 8 താരങ്ങളെ അവർ വിളിച്ചെടുക്കുകയും ചെയ്തു. അതോടുകൂടെ 25 സ്ലോട്ടുകളും ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. പേഴ്സിൽ ആകെ ബാക്കിയുള്ളത് വെറും 25 ലക്ഷം രൂപ മാത്രം. ഓവർസീസ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ 8 പ്ലേയേഴ്സും ഫില്ലായിട്ടുണ്ട്. RCB ഈ ഒരു ഓപ്ഷനിൽ വാങ്ങിച്ച താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 7 കോടി രൂപയ്ക്ക് വെങ്കടേഷ് അയ്യറിനെ RCB സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. അതെ, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വളരെ ഫോം ഔട്ടായിരുന്നു. പക്ഷേ ഫോം ആവുകയാണെങ്കിൽ വെങ്കടേഷ് അയ്യർ എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതേപോലെ മങ്കേഷ് യാദവിനെ 5 കോടി 20 ലക്ഷം രൂപയ്ക്ക് RCB സ്വന്തമാക്കിയിട്ടുണ്ട്. അവർ നടത്തിയിട്ടുള്ള മറ്റൊരു കിടിലൻ നീക്കം എന്തെന്ന് വെച്ചാൽ ജേക്കബ് ഡഫി സ്വന്തമാക്കിയത് തന്നെയാണ്. 2 കോടി രൂപ എന്ന അടിസ്ഥാന വിലയ്ക്ക് തന്നെ വേൾഡ് നമ്പർ 2 T20 ബോളറായിട്ടുള്ള ജേക്കബ് ഡഫിയെ RCB സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതൊരു കിടിലൻ ബൈ തന്നെയായിരുന്നു. RCB വാങ്ങിച്ച മറ്റു ചില താരങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അതെ, 75 ലക്ഷം രൂപയ്ക്ക് റൈറ്റ് ഹാൻഡ് ബാറ്ററും വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള ജോർദൻ കോക്സിനെ അവർക്ക് ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ സഡ്വിക് ദേസ്വാളിനെ 30 ലക്ഷം രൂപയ്ക്ക്, കനിഷ്ക് ചൗഹാനെ 30 ലക്ഷം രൂപയ്ക്ക്, വിഹാൻ മൽഹോത്രയെ 30 ലക്ഷം രൂപയ്ക്ക്, വിക്കി ഓസ്ട്വാലിനെ 30 ലക്ഷം രൂപയ്ക്ക്. ഇതാണ് RCB ഈ ഒരു ഓപ്ഷനിൽ നടത്തിയിട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത്. അതേ, ഗംഭീരമായിട്ടുള്ള ഒരു പ്ലേയിങ് 11 തന്നെ അവർക്ക് അവകാശപ്പെടാൻ സാധിക്കും. തീർച്ചയായിട്ടും താരങ്ങളൊക്കെ തങ്ങളുടെ തനത് ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ 2025 ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള RCB 2026 ചില നീക്കങ്ങൾ കണക്കുകൂട്ടി തന്നെയാണ് വരുന്നത്. ഫിൽസാൾട്ടും കിങ് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്പർ 3 വെങ്കടേഷ് അയ്യറിനെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ വൺ ഡൗൺ ആയിട്ട് ദേവദത്ത് പടിക്കൽ തന്നെ കളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പിന്നീട് ക്യാപ്റ്റൻ രജിത് പട്ടിദാർ, പിന്നീട് ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, സുയാ ശർമ്മ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് പോലെയുള്ള ഗംഭീരമായിട്ടുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും ബാക്കപ്പായി കൊണ്ട് ജേക്കബ് ഡഫി, സ്വപ്നിൽ സിംഗ്, യാഷ് ദയാൽ പോലെയുള്ള കിടിലൻ താരങ്ങളുമുണ്ട്. അതെ, തീർച്ചയാണ് RCBയുടെ ഇത്തവണത്തെ സ്ക്വാഡ് കാണുമ്പോൾ ഗംഭീരം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ബാക്കിയുള്ള ടീമുകളും ഒട്ടും മോശമല്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.